നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും സൈമൺസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത് ഒരു പുതിയ വിഭവമാണ്. അത് ഇന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു വിഭവമാണ്. അപ്പോൾ ആദ്യമായി അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഒന്ന്, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് നിലക്കടല എന്നാണ്. എന്നാൽ കേരളത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ ഇതിന് പറയുന്ന പേര് കപ്പലണ്ടി എന്നാണ്. എനിവേ, ഞാൻ ഞങ്ങളുടെ ഭാഗത്തെ ഭാഷ തന്നെ കൂടി ഉപയോഗിക്കാം, കാരണം അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ഓക്കെ, ഇത് തൊലി കളഞ്ഞ നിലക്കടലയാണ്. ഇത് ഇത്രയും എടുത്ത് കഴിയുവാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റ് വേണം, ഒരു സ്പൂണ് വേണം, ഉപ്പ് വേണം, പിന്നെ ഉണങ്ങിയ ചെമ്മീൻ, കാണാമല്ലോ അല്ലേ? ഇത് കുറച്ച് വേണം. ഇത് നല്ല വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്, നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങിയ കാന്താരി മുളകാണ്. കാന്താരി മുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ എന്ത് വേണമെങ്കിലും ആകാം. അത് ആദ്യം ചെയ്യേണ്ടത്, ഈ നിലക്കടല ഒരു പാത്രം, കാരണം ഇത് ബ്ലെൻഡഡ് ആണ്, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് പൊടി പോലെയും അല്ലാണ്ട് കുറച്ച് അരിയൊക്കെ വരും. അതുകൊണ്ട് പിന്നെ നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കിയതിന് ശേഷം ആദ്യമേ ഒരു 2 ട്രിപ്പ് കഴുകി അതിൻ്റെ പൊടിയും എല്ലാം കളയുക. അത് കഴിഞ്ഞ് ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് പിന്നെ ഒരു കുറച്ച് ഉപ്പ്, അയോഡൈസ്ഡ് സോൾട്ട് ഒരു കുറച്ച് അങ്ങ് ഇട്ടിട്ട് ഒരു മിനിറ്റ് അത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമെല്ലാം ഊറ്റി മൈക്രോവേവിൽ വെച്ച് 1 മിനിറ്റ് ചൂടാക്കുക. 1 മിനിറ്റ് ചൂടാക്കിയ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും ചൂടാക്കുക. അപ്പോൾ അതിനൊരു ചെറിയ ബ്രൗൺ കളർ വരുന്ന പരുവത്തിൽ മാത്രമേ ആകാവുള്ളൂ. കൂടുതലായി കഴിയുവാണെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ അതിനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഉണക്കച്ചെമ്മീനും ഉണങ്ങിയ മുളകും അധികം വേണ്ട കേട്ടോ. ഉണക്കച്ചെമ്മീൻ കുറച്ച് മതി, ഉണങ്ങിയ മുളകും ഒരു 2-3 എണ്ണം മതി. ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഈ വറുത്ത് നല്ല ചൂടോട് കൂടിയിരിക്കുന്ന ഈ നിലക്കടല വറുത്തതിലേക്ക് ഇത് മിക്സ് ചെയ്യുക. അപ്പം ആദ്യമേ സ്വല്പം ഉപ്പിട്ടത് കൊണ്ട് കടലയ്ക്ക് വേണ്ടതായ ഉപ്പ് അതിനകത്തുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും നല്ല സൈസ് ബ്രാൻഡി, ഒന്നുകിൽ ജോണി വാക്കറിൻ്റെ ബ്ലൂ ലേബിളാകാം, അല്ല എങ്കിൽ മാർട്ടൽ ആകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും നല്ല വിസ്കികൾ ആകാം. ഇനി ഇതൊന്നും ലഭ്യമല്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ രീതിക്കാണെങ്കിൽ ഇതൊന്നും അത്ര എളുപ്പത്തിൽ കിട്ടുകയില്ലല്ലോ. അപ്പം നാടൻ കള്ളാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇതുണ്ട്, ഇങ്ങനെയെല്ലാം റെഡിയാക്കിയത്, അതിൽ നിന്നും ഇത് കുടിക്കാൻ വേണ്ടി കുറച്ചെടുക്കുക, കുടിക്കുക. പിന്നീട് സ്വല്പം ഈ നിലക്കടല അല്ലെങ്കിൽ പീനട്ട് വറുത്തത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് എടുക്കുക. ഉഗ്രൻ സാധനമാണ് ഇത്. കള്ളിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം, ഇതുപോലെയുള്ള ബ്രാൻഡി മുതലായ ഐറ്റത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. പിന്നെ ഇതൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പീനട്ട് വറുത്തത് വളരെ ഇഷ്ടമാണല്ലോ, അവർക്കല്ലാതെ കൊടുക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിഭവത്തിൻ്റെ പേര് നിലക്കടല ഡും ഡും. ഓക്കെ, പേര് മറക്കരുത്, നിലക്കടല ഡും ഡും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, എന്നെ പ്രോത്സാഹിപ്പിക്കുക.
താങ്ക് യു.